വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ മരിച്ച സിദ്ധാർത്ഥന് നീതി തേടി ABVPയുടെ ലോങ് മാർച്ച് അല്പസമയത്തിനകം ആരംഭിക്കും. ABVP സംസ്ഥാന സെക്രട്ടറി EU ഈശ്വരപ്രസാദാണ് മാർച്ച് നയിക്കുന്നത്. സിദ്ധാർത്ഥന്റെ വീട്ടിൽ നിന്ന് ആരംഭിക്കുന്ന മാർച്ച് വൈകിട്ട് 7 മണിക്ക് സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമാപിക്കും. വിവരങ്ങളുമായി S. ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, മാർച്ച് തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ രീതിയിലുള്ള പങ്കാളിത്തം, വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെ പങ്കാളിത്തം ഈ മാർച്ചിൽ ഉണ്ട് എന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. ഏതായാലും ഇപ്പോൾ മാർച്ച് എവിടെ എത്തി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രാജീവ്, മാർച്ച് ആരംഭിച്ചിട്ടില്ല. അല്പസമയത്തിനകം ആരംഭിക്കുക മാത്രമേ ഉള്ളൂ. പ്രവർത്തകരും ABVPയുടെ വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പിന്നിൽ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ സിദ്ധാർത്ഥ വീടിന് സമീപത്താണ് നമ്മളുള്ളത്. സിദ്ധാർത്ഥൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും സിദ്ധാർത്ഥന്റെ കൃത്യമായ ഘാതകരിലേക്ക് അന്വേഷണം എത്തിക്കുക, ഒപ്പം തന്നെ സംസ്ഥാന വ്യാപകമായുള്ള ക്യാമ്പസുകളിലെ ഇടിമുറികൾ, SFIയുടെയും PFIയുടെയും ഭീകരവാദ പ്രവർത്തനങ്ങൾ, കോളേജിലെ ഇവരുടെ കൂട്ടുകെട്ട്, ഇതൊക്കെ അവസാനിപ്പിക്കാനുള്ള ഒരു നിയമ പോരാട്ടം, ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ABVP ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ചുമായി അല്ലെങ്കിൽ ലോങ് മാർച്ചുമായി സെക്രട്ടേറിയറ്റ് പടിക്കലിലേക്ക് എത്താൻ പോകുന്നത്. അല്പസമയത്തിനകം സിദ്ധാർത്ഥന്റെ വീട്ടിൽ നിന്നും സിദ്ധാർത്ഥന്റെ അമ്മ കൊളുത്തി നൽകുന്ന ദീപശിഖയുമായിട്ടാണ് ആ ഒരു പ്രയാണം അല്ലെങ്കിൽ ലോങ് മാർച്ച് ഔദ്യോഗികമായി തുടക്കം കുറിക്കാൻ പോകുന്നത്. ABVPയുടെ സംസ്ഥാന സെക്രട്ടറി EU ഈശ്വരപ്രസാദാണ് ഈ ഒരു ലോങ് മാർച്ചിന് ഔദ്യോഗികമായി നയിക്കാൻ പോകുന്നത്. ദേശീയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഈ ഒരു ലോങ് മാർച്ചിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഔദ്യോഗികമായുള്ള ഉദ്ഘാടന കർമ്മവും അല്പസമയത്തിനകം ഇവിടെ നടത്തുകയും ചെയ്യും. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ സിദ്ധാർത്ഥന്റെ കൊലപാതകം CBI അന്വേഷിക്കുക, ഡീനിനെ കേസിൽ പ്രതി ചേർക്കുക, SFIയുടെ വിചാരണ കോടതികൾക്കെതിരെ, ക്യാമ്പസുകളിലെ ഇടതുപക്ഷ ഭീകരതയ്ക്കെതിരെ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇനി ഒരു സിദ്ധാർത്ഥ ആവർത്തിക്കപ്പെടരുത് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു ലോങ് മാർച്ചിന് ABVP തുടക്കം കുറിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ഇത്തരത്തിലൊരു മരണം സംഭവിച്ച ശേഷം ആ മരണത്തിൽ അസ്വാഭാവികതയുണ്ട്, അതിൽ കൃത്യമായ അന്വേഷണം നടക്കണം, CBI അന്വേഷണം വേണം, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇങ്ങോട്ടേക്ക് എത്തണം ഈ ഒരു കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആദ്യം ഇത്തരത്തിൽ പ്രതിഷേധ രംഗത്തും ഒപ്പം തന്നെ നീതിക്കായി സിദ്ധാർത്ഥന് വേണ്ടി രംഗത്തെത്തിയതും ആദ്യം ABVP ആണ് വെറ്റിനറി സർവകലാശാലയ്ക്ക് മുൻപിൽ ആദ്യമായി പ്രതിഷേധ സമരത്തിന് തുടക്കം വിട്ടത്. തൊട്ടു പിന്നാലെ തന്നെ സെക്രട്ടേറിയറ്റ് പടിക്കൽ രാപ്പകൽ സമരം ഉൾപ്പെടെ ഉപവാസ സമരം ഉൾപ്പെടെ ABVP സംഘടിപ്പിക്കുകയും ചെയ്തു. അവിടെയും EU ഈശ്വരപ്രസാദ് സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരാണ് ഇത്തരത്തിലൊരു ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രതിഷേധ സമരം നേരിട്ട് നടത്തിയത്. വനിതാ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഇതിന്റെ ഒരു ഭാഗമായി പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അല്പസമയത്തിനകം ഈ വീട്ടിൽ നിന്നും ഈ ഒരു ദീപശിഖ ഏന്തിക്കൊണ്ടുള്ള ഈ ലോങ് മാർച്ച് ആരംഭിക്കുകയും ചെയ്യും. ഏകദേശം 18 കിലോമീറ്ററിലധികം പിന്നിട്ടുകൊണ്ട് ഇന്ന് വൈകുന്നേരത്തോടുകൂടി പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് സമീപത്തെത്തും. അവിടെയും 1000 കണക്കിന് വിദ്യാർത്ഥികൾ ഈ ഒരു ലോങ് മാർച്ചിന് അനുഗമിക്കും. തൊട്ടു പിന്നാലെ സെക്രട്ടേറിയറ്റ് പടിക്കൽ പന്തം കൊളുത്തി പ്രകടനമായി ലോങ് മാർച്ചായി സമാപിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, തുടക്കം മുതൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു CBI അന്വേഷണം അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര ഏജൻസിയുടെ അന്വേഷണം, കേന്ദ്ര ഏജൻസി അന്വേഷണം ഒക്കെ വേണം. കാരണം കൃത്യമായി തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കുടുംബം ആരോപിക്കുന്നത് 30 പ്രതികൾക്ക് നേരിട്ടും 130-ലധികം പ്രതികൾക്ക് ഇതിൽ പങ്കാളിത്തമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായുള്ള പ്രതികളിലേക്ക് അന്വേഷണം എത്തണമെങ്കിൽ ഒരു കേന്ദ്ര ഏജൻസി എത്തണം. പോലീസ് പല ഘട്ടങ്ങളിലും ഈ കേസുമായി ബന്ധപ്പെട്ട് വീഴ്ച വരുത്തിയിട്ടുണ്ട്. തെളിവ് നശിപ്പിക്കാൻ ഡീൻ ഉൾപ്പെടെയുള്ളവർ കൂട്ടുനിന്നിട്ടുണ്ട്. ഒരു സസ്പെൻഷനിൽ മാത്രം ഒതുങ്ങുന്നില്ല. കേസുമായി ബന്ധപ്പെട്ട് നിർണായക പ്രതിയായി തന്നെ നീതി തേടി ABVPയുടെ ലോങ് മാർച്ച് അല്പസമയത്തിനകം ആരംഭിക്കും. ABVP സംസ്ഥാന സെക്രട്ടറി EU ഈശ്വരപ്രസാദാണ് മാർച്ച് നയിക്കുന്നത്. വൈകിട്ട് 7 മണിക്ക് സെക്രട്ടേറിയറ്റ് മുന്നിലാണ് മാർച്ച് സമാപിക്കുക. വിശദാംശങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും ശാലിനി നൽകിയത്.